മോളകത്തേക്ക് കേറുന്നില്ലേ? ഇല്ലമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എനിക്കിപ്പോഴും കൺഫ്യൂഷൻ മാറിയിട്ടില്ലമ്മ. ആരൊക്കെ എന്തൊക്കെ തെളിവുകൾ നിരത്തിയാലും ഇനിയിപ്പോ ഏത് രീതിയിലൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിപ്പോഴും വിഷ്ണുവേട്ടൻ എന്നെ വിട്ടു പോയെന്ന് വിശ്വസിക്കാനാവുന്നില്ല. വ്യക്തമായ ഒരു തീരുമാനമില്ലാതെ കുട്ടികളെ കൊണ്ട് ബലിയിടിക്കാന്നൊക്കെ പറയുമ്പോ കാര്യത്തോടടുത്തപ്പോ ഒരു മടി. നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് പോരെ അമ്മ? ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതല്ലേ മോളെ? എത്രയോ ആളുകള് ജീവിച്ചിരിക്കുന്നവർക്ക് ബലിയിട്ടിരിക്കുന്നു. ബലിയിട്ട് എല്ലാ കർമ്മങ്ങളും പൂർത്തിയായി കഴിയുമ്പോഴാ മരിച്ചു എന്ന് പറയുന്നവർ തിരിച്ചു വരുന്നത്. എന്തിനു പറയുന്നു? പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് എത്രയോ പേർ ബലിതർപ്പണം ചെയ്തിരിക്കുന്നു. അതിലെത്ര പേര് മരിച്ചിട്ടുണ്ടാവും? എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നവർക്കും അവരുടെ സ്വന്തക്കാര് ബലിയിട്ടു പോയില്ലേ? ഇനി മറ്റൊരു രീതിയിലും ചിന്തിക്കാമല്ലോ. ഈശ്വരൻ നമുക്കെതിരായിട്ടാണ് ചിന്തിച്ചതെങ്കിലോ ഈ ഭൂമിയിൽ നിന്നും ഈശ്വരൻ വിഷ്ണുവിനെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിലും അമ്മേ, അല്ല മോളെ, അങ്ങനെ സംഭവിച്ചു എന്നല്ല. അഥവാ ഉണ്ടായ ആ ആത്മാവിന് എങ്ങനെ നിത്യശാന്തി കിട്ടും? നമ്മളത് ചെയ്യേണ്ടതല്ലേ? എനിക്ക് വയ്യ ഇതൊക്കെ കേട്ട് നിൽക്കാൻ. ഇതൊന്നും ഒരു കാരണവശാലും സത്യം അറിയരുത്. അതിനാ ജോത്സിനെ കൊണ്ട് കഴിയുമ്പഴത്ത് കാവ്യ തന്നെ പോണെന്ന് പറയിപ്പിച്ചത്. കൈവിട്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തീരാ ദുഃഖമായി പിന്നീട് മാറാൻ ഇടവരരുത്.